ചേട്ടാ എവിടുന്നാ വരുന്നേ? ചേട്ടാ എവിടുന്നാ വരുന്നേ? ഞാൻ സേലത്തുനിന്ന് വരാം. ലോഡെന്താ? ഇത് സിമന്റ്. ഇന്നിപ്പോ പണിമുടക്കല്ലേ, അപ്പൊ എന്താ അവര് പറഞ്ഞത്? അല്ല, അവര് വന്ന് തെറി പറഞ്ഞ് ഞാൻ എന്തിനാ അവരെ തെറിയാക്കുന്നത്? അവര് കൈ കാണിച്ചാൽ നിർത്തിയല്ലേ വണ്ടി, കൈ കാണിച്ചാൽ നിർത്തിയല്ലേ. പിന്നെ വന്ന് തെറി പറയാ അവരാരാണ്? തെറി പറയാൻ എന്നെ തെറി പറയാൻ അവരാരാണ്? ഞാൻ അവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. തൊഴിലാളിന് തെറി പറയാൻ പറ്റുമോ? തൊഴിലാളിനെ തെറി പറയാൻ പറ്റുമോ? അല്ല, തൊഴിലാളിനെ തെറി പറയാൻ പറ്റുമോ? ചേട്ടാ ഇതാ കണ്ടങ്ങള് സംഭവം കണ്ടോ? ഇതെന്താ സംഭവം? ഞങ്ങള് ഇന്നലെ രാത്രി കിടന്നുറങ്ങിയപ്പോ നീച്ചപ്പോ പിന്നെ കണ്ട വീഡിയോ ആണത്. കണ്ട വീഡിയോ. ഇതെന്താ സംഭവം മനസ്സിലായില്ല. ഇത് ബന്ധാണെന്ന് മനസ്സിലായി. എന്തോ ഹർത്താലോ എന്തോ സംഭവമാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ പാവപ്പെട്ട ഡ്രൈവർ ഇവ സിമന്റും കൊണ്ട് വന്നാലേ ഇവിടെ വീടിന്റെ പണി കിടക്കുള്ളൂ. തീർച്ചയായിട്ടും ഇവന്മാര് AC കിടന്നുറങ്ങിയിട്ട് പിറ്റേന്ന് തലേന്ന് രാത്രി ബന്ധാണെന്ന് പറഞ്ഞ് പിന്നെ പിറ്റേന്ന് രാവിലെ റോട്ടുമൊക്കെ ഇറങ്ങുന്നത്. റോട്ടുമൊക്കെ ഇറങ്ങാൻ റോഡൊക്കെ ഇവന്റെ തന്തേരെ വകയാണ്. അല്ല, എന്നിട്ട് ഈ ലോറി ഡ്രൈവർ, ഇപ്പൊ ഞാനൊരു ലോറി ഡ്രൈവർ ആയിരുന്നു പഴയ കുറച്ചു മുമ്പ്. ആരും ആളിയാ ലോറി ഡ്രൈവർ ആയിക്കോട്ടെ, കാർ ഡ്രൈവർ ആയിക്കോട്ടെ, ബൈക്ക് ഓടിക്കണവനായിക്കോട്ടെ, ഇതൊക്കെ റോട്ടിൽ കൂടെ ഓടിക്കാനുള്ള CC അടച്ചിട്ട് ടാക്സ് അടച്ചുകൊണ്ട് വണ്ടി ഇറക്കിക്കൊണ്ട് ഓടിക്കണവന്മാരാണ്. ഇതൊക്കെ ഇവന്റെയൊക്കെ 4 മുറിയിൽ അടുക്കണ പെണ്ടാട്ടി അടുക്കളയിലുള്ള അടുക്കളക്കകത്തായിക്കൊണ്ട് ഇതൊക്കെ ഇവന്റെ പ്രതിഷേധം. അല്ലെ ഇവന്റെ സെക്രട്ടറി ഓഫീസ് സ്ഥലം ഇട്ടിട്ടുണ്ട്, അവിടെ ആയിക്കോണം ഇവന്റെ പ്രതിഷേധം. ഇത് ഇവൻ വന്നിട്ട് ഇവര് കോടിയും പിടിച്ചു വന്നിട്ട് പോകാൻ പറ്റൂല. ഇത് ഈ പാവപ്പെട്ട ഡ്രൈവർ, ഒരു ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം മറ്റേ മമ്മൂട്ടി പറയുകയാണെങ്കിൽ ഇവന്റെ അച്ഛനിക്കൊക്കെ പാട്ടം കിട്ടിയ റോഡാണ് ഇതൊക്കെ. ഞാൻ പറയട്ടെ ഇവന് ഈ ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ 4, 5, 6 ദിവസം ഓരോ പിന്നെ കെട്ടിക്കിടക്കും. ഉറക്കമില്ലാതാണ് മൈരള അവരൊക്കെ പറഞ്ഞത് വണ്ടി ഓടിച്ചുകൊണ്ട് മൈരള അതിനൊക്കെ വല്ല ബോധം ഉണ്ടാ മൈരളെ. എന്നിട്ട് ഇവൻ ഈ ലോഡ് ഇവന്റെ തടിമെന്ന് ഒഴിവാക്കിയിട്ട് വേണം ഇവന്റെ വീട്ടിൽ പോവാന്. കൊതുക് കടിയും അവന്റെ മക്കളെ കാണാൻ, അവന്റെ ഭാര്യയെ കാണാൻ, അവന്റെ വീട്ടിലെ അമ്മയായാലും അച്ഛനെ കാണാനും. ഇത് ഈ ലോഡ് ഇവനെ ഇറക്കി കൊടുത്തിട്ട് ഇതൊന്നും ഒരു പണിയില്ലാത്ത വെറും നമ്മയെ ഒഴികൾ ചെയ്യണ വേലയാണ്. ഇവനിക്കൊക്കെ അറിയാം ഇത് എന്തിനാണ് ബന്ദ് ചെയ്യണേന്ന്. കുറച്ചുപേരെ പൈസയും കൊടുത്തിട്ട് പോസ്റ്റർ ഒട്ടിക്കാനും മറ്റേ ചീല ഒട്ടിക്കാനും ജയ് വിളിക്കാനും കൂടെ കൊണ്ടുവയ്ക്കണം നമ്മയെ ഒളിയാണ് ഇതൊക്കെ. ഇതുപോലും അറിഞ്ഞുകൂടാത്ത കഴിവില്ലാത്ത തായോളികളാണ് ഇതിലുള്ളത്. ഞാൻ കാര്യം പറയട്ടെ, ഈ ലോഡ് ഇവനെ ഇറക്കി കൊടുത്തിട്ട് വേണം ഇവന്റെ വീട്ടിൽ പോവാന്. ഇതിപ്പോ ഒരു യഥാർത്ഥ ഒരു ഡ്രൈവർ എന്നുള്ള ഞാൻ പഴയ ഇതേപോലെ ഒരു മനുഷ്യനായിട്ട് കാണുക. അവൻ വണ്ടി നിർത്തിയപ്പോ നീക്ക് എന്തിനു ചീത്ത വിളിക്കണം? ഞാൻ പറയട്ടെ, ഞാനൊരു ഡ്രൈവറായിട്ട് ഇതേപോലെ വർക്ക് ചെയ്ത ആളാണ്. നമ്മൾ 4, 5, 10 ദിവസം അവിടെ കെട്ടി കടന്നിട്ട് ഒരു ലോഡ് കിട്ടുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ലോഡ് എടുത്ത് വരികയാണ്. ഞാൻ പറയട്ടെ, ലോഡ് എടുത്ത് വരികയാണ്. എന്നിട്ട് ഈ ലോഡിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്കാണ്. ഈ ലോഡ് ഇറക്കി കൊടുത്താലേ നമുക്ക് 10 രൂപ കിട്ടുള്ളൂ. ഞാൻ പറയട്ടെ, എന്നിട്ട് ഇവര് തടഞ്ഞിട്ട് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി ആ ലോഡിന് എന്തെങ്കിലും സംഭവിച്ചു നമ്മൾ പേടിച്ചിട്ടാണ് വരുന്നത്. ടയർ പൊട്ടോ പഞ്ചറാവോ അല്ലെ? ഈ ബന്ധില് നിന്റെയൊക്കെ മറ്റേ മേലുള്ള ഉദ്യോഗസ്ഥന്മാര് വരെയാണ്. നീയൊക്കെ ഈ വണ്ടി തടയോടാ മൈരുകളാ നീയൊക്കെ. ഞാൻ പറയട്ടെ, എന്നിട്ട് ഇതൊന്ന് ലോഡ് നമുക്ക് തടിമെന്ന് ഒഴിവായാലേ നമുക്ക് 10 രൂപ കിട്ടുള്ളൂ. എന്നിട്ട് ഇതൊന്നും നോക്കാതെ അവരാണ് വന്നിട്ട് ഒറ്റയടിക്കൊന്ന് തടയുക. അങ്ങോട്ട് അവന്റെ വാപ്പ വാങ്ങിച്ചു കൊടുത്ത വണ്ടിയല്ലേ ഇതൊക്കെ. ഇത് പറയണ്ട ഏത് പാർട്ടി ആയിക്കോട്ടെ അതിന് പോലീസുകാർ സപ്പോർട്ട് ചെയ്യാണ്. പോലീസുകാരെ നോക്കിയിട്ട് ഈ ഇടയ്ക്ക് സെക്രട്ടേറിയറ്റിൽ ഒരു കൊച്ചു വന്നിട്ട് പറഞ്ഞു എനിക്ക് ഒന്നില്ലെങ്കിൽ എന്റെ വീട്ടിൽ പോയി ഫുഡ് കഴിക്കണം, അതിന് വഴിയൊരുക്കുന്ന ആളെ പോലീസുകാരുടെ പറഞ്ഞാൽ ആ കൊച്ചിന്റെ തന്റെ ആ കൊച്ചിന്റെ പിടിക്കല് വിറപ്പ് പോലും നിനക്കൊന്നും ഇല്ലടാ മൈല ഈ വണ്ടി തടയാൻ വേണ്ടിട്ട്. ഈ വീഡിയോയിൽ എടുത്തവന്ന് പറയണ് അവൻ എന്തോ വാഴത്താളടിച്ച് മറ്റേതടിച്ച് മറിച്ചതടിച്ചെന്ന്, അവൻ അതുകൊണ്ട് വിടൂലാന്ന്. മറ്റേ ഇവന്റെ വീട്ടിലല്ലേ മറ്റേ ചോറ് വന്ന് തിന്നണത്, ഇവൻ പൈസ കൊടുത്തിട്ടല്ലേ അവൻ തിന്നണത്. അവൻ ജോലി ചെയ്തിട്ടാണ് മൈര അധ്വാനിക്കണത്. അല്ല നിന്നെ പോലെ കണ്ടവന്റെ കുണ്ടി താങ്ങിയും കുണ്ണ താങ്ങിയും അല്ല അവൻ തിന്നണത്. നിക്കട്ടെ, രാവും പകലും ഓരോരുത്തർ വണ്ടി ഓടിച്ചിട്ട് കൊതുക് കടിയും അതേപോലെ തന്നെ ചൂടത്ത് വെയിലത്ത് പിന്നെ കടന്നിട്ടൊക്കെയാണ് വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഓരോ ലോഡ് കിട്ടുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ലോറിക്കാരുണ്ട്. എന്നിട്ട് അവരൊക്കെ വാടക കുറച്ച് ഓടുകയാണ്. അതിന്റെ ഇടയിൽ കൂടെയാണ് ഇവർ ഒരു ലോഡ് കിട്ടിക്കഴിഞ്ഞപ്പോ ഞാനൊക്കെ ഒരു സമയത്ത് പോണ സമയത്തുണ്ടല്ലോ 5-6 ദിവസം നമ്മൾ വെയിറ്റിംഗ് നിൽക്കും ഒരു ലോഡ് കിട്ടാന്. എല്ലാരും വാടക കുറച്ച് ഓടുകയാണ്. എന്നിട്ട് അതിന്റെ ഇടയിൽ കൂടെ ഒരു ലോഡ് കിട്ടി എങ്ങനെ വരുമ്പോഴാണ് ഇവരെ റോട്ടുമല്ല ഇവന്മാരെ മാറ്റിയിട്ട പരിപാടി. ഇവന്മാരെ എന്തെന്ന് പറയാ ഇവന്മാരാ. എന്നിട്ട് ലാസ്റ്റ് നിർത്താൻ വന്നോ നീ കാണിച്ചാണ് മര്യാദയെന്ന്. പിന്നെ അവന്റെ വീട്ടിൽ അന്നം കിട്ടണമെങ്കിൽ നീയൊക്കെ കൊടുക്കൂടാ മൈര അവന്റെ വീട്ടിൽ കൊണ്ട് അന്നം. അവൻ ജോലി ചെയ്താലും അവന്റെ വീട്ടിൽ അന്നം കിട്ടുള്ളൂ. നീയൊക്കെ കാണിച്ച മര്യാദയാണ് മൈരകളെ. അവൻ വണ്ടി നിർത്തി അവന്റെ മര്യാദ. റോഡിൽ ആളിറങ്ങിയുന്ന വണ്ടി സീപ്രയിലേക്ക് ഇടിച്ച് കയറ്റിക്കൊണ്ട് പോകാനാണ് എല്ലാരും ഉത്തരവ്. മൈരകളെ
നീയൊക്കെ മറ്റേ ഇറങ്ങും മറ്റേ ഹർത്താൽ എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഈ ഹർത്താൽ നീയൊക്കെ ചെയ്യണം? നിനക്ക് വല്ല ബോധങ്ങളുണ്ടോ? എന്തിനാ അവർക്കുണ്ടോ? ഒരു ഐഡിയ ഇല്ല. അവന്റെ വീട്ടിൽ ഹർത്താലായിട്ട് വീട്ടില് ഒരു ദിവസം കൂലിപ്പണിക്ക് പോകാതിരിക്കണവർക്ക് കിട്ടുമോ 100 രൂപ ശമ്പളം? നീ കൊണ്ട് കൊടുക്കുവോ? ഞാൻ പറയട്ടെ, ഈ ഹർത്താൽ കൊണ്ട് പിന്നെ നേതാക്കൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പാവപ്പെട്ട അന്നന്ന് അന്നം വാങ്ങിക്കുന്ന ആളുകൾക്ക് അവർക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, പൈസ കിട്ടുന്നില്ല, അവരൊരു പരിപാടി നടക്കുന്നില്ല, അവർക്കുള്ള പൈസ ചെലവാകാണ്. ഇത് കുറെ കാലമായിട്ട് ഈ പരിപാടി കലാപരിപാടി ഇല്ലേ? ഹർത്താൽ എന്ന് പറഞ്ഞ സംഭവം ഇല്ലേ? ഇത് ഹർത്താൽ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് ഭരിച്ചില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിന് ഹർത്താൽ വയ്ക്കും. ഇപ്പൊ കോൺഗ്രസ് ഭരിച്ചില്ലെങ്കിൽ കോൺഗ്രസ് ഹർത്താൽ വയ്ക്കും. പിന്നെ BJP ഹർത്താൽ വച്ചാലും ഇല്ലെങ്കിൽ കാര്യമില്ല. നമ്മളെ ട്രിവാൻഡ്രത്ത് ഇറങ്ങിയിട്ട് ഒരു മൈലും ചെയ്യാൻ പറ്റൂല. മലപ്പുറത്ത് നടക്കൂല, ഒരു കേരളത്തിൽ ഒരിടത്തും നടക്കൂല അത്. അതുകൊണ്ട് BJP ഹർത്താൽ ഇല്ല. അപ്പോ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ പാവപ്പെട്ട ആൾക്കാരെ നെഞ്ചത്ത് കയറിയിട്ടുള്ള ഹർത്താലും സമരവും ഇതൊക്കെ ഒന്ന് ഒഴിവായിക്കാണ്. ഹർത്താൽ വേണമെന്നുള്ളവർ എടുക്കട്ടെ, ഇല്ലാത്തവർ മിണ്ടാതിരിക്കട്ടെ, ജോലി ചെയ്യട്ടെ. നീയൊക്കെ ഹർത്താലെന്ന് പ്രഖ്യാപിക്ക്. എന്നിട്ട് എത്ര പേര് ഹർത്താൽ എടുക്കും നീയൊക്കെ നോക്കടാ. ഒരുത്തൻ കട തുറക്കാതിരിക്കും നീയൊക്കെ നോക്ക്. നീ ആരും ചെയ്യൂല. അവനിക്ക് 10 രൂപ കിട്ടണമെങ്കിൽ അവൻ ജോലിക്ക് പോകണം. അല്ലാതെ ആരും രാഷ്ട്രീയക്കാരും സമരം ചെയ്യുന്നില്ല, ആരും വീട്ടിൽ കൊണ്ടു തരൂല. മൈല നിന്റെയൊക്കെ ഒരു കുട്ടികളെ പഠിപ്പാണ് പോണത്. മറ്റേ ഗവൺമെന്റ് ബന്ധന്ന് ഇവര് മറ്റേ ഉണ്ടാക്കി ഒലക്ക കൊടുക്കണം. ഇവര് കൊടുക്കണം ജയിലിലുള്ളവർക്ക് ശമ്പളം 550 രൂപ. അവിടെ നീ ഹർത്താൽ വെക്കാത്തെന്ത്? ജയിൽ ചപ്പാത്തിയും ജയിൽ കറിയും ഒന്നും ഇവിടെ ഇറക്കൂലേ? അപ്പോ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പാവപ്പെട്ട ഹർത്താലില് പിന്നെ പാവപ്പെട്ട അന്നന്ന് അന്നത്തിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരെ വെച്ചിട്ട് മെക്കെട്ട് കയറരുത്, ദയവ് ചെയ്ത് അപേക്ഷയാണ്. അതെല്ലാം വളഞ്ഞു തുടങ്ങിയ മൈന നീ കണ്ടോ പോയിക്കൊണ്ട് ഓടും. നീയൊക്കെ മതി, ഇത്ര മതി. ഇതൊന്നും കൊടുത്താൽ പോരാ. ഇതിൽ നിർത്തണം. ഞങ്ങള് സഭ്യമായ ഭാഷയിൽ ഞങ്ങൾ സംസാരിച്ചു